മറ്റൊരു വാർത്തയിലേക്ക്. വയനാടിനുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിഷേധത്തിന് LDF അടുത്ത മാസം 5-ാം തീയതി സംസ്ഥാനമൊട്ടാകെ സമരം നടത്തും. അമൽ തേനംപറമ്പിൽ വിവരങ്ങൾ വായിച്ചിരുന്നു. അമൽ, LDFന്റെ നേതൃത്വത്തിലാണോ ഇനി സമരപരിപാടികളിലേക്ക് കടക്കുക? എന്തൊക്കെ തീരുമാനങ്ങളാണ് ഈ നിമിഷം വരുന്നത്? വയനാടിനോടുള്ള കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ച സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിനാണ് LDFന്റെ തീരുമാനമുണ്ടായിരിക്കുന്നത്. വരുന്ന 5-ാം തീയതി സംസ്ഥാനത്തെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങളും മാർച്ചുകളുമൊക്കെ ഉണ്ടാകും. അതിനുശേഷം രാജ്ഭവനിലേക്ക് ഒരു ധർണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ വിഷയം ഉയർത്തിക്കാട്ടി കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം കടുപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് LDF എത്തുന്നത്. UDF-മായി സംയുക്തമായ ഒരു യോഗം വേണമെന്നുള്ള ചില ചർച്ചകളൊക്കെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നുവെങ്കിൽ കൂടി ആ ചർച്ചകൾക്ക് തുടക്കത്തിൽ തന്നെ UDF എതിർപ്പ് അറിയിച്ചിരുന്നു. തങ്ങൾ ഒറ്റയ്ക്കാണ് സമരം ചെയ്യാൻ പോകുന്നത് എന്നുള്ള നിലപാട് UDF പ്രഖ്യാപിച്ചതാണ്. അതിനാൽ തന്നെ LDF സ്വതന്ത്രമായി തന്നെ ഈ വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ സമരത്തിലേക്ക് പോവുകയാണ്. വയനാട് ദുരന്തമുണ്ടായി ഇത്രയും ദിവസം പിന്നിട്ടിട്ടും വയനാടിനെ പരിഗണിക്കാനോ വയനാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ സഹായം നൽകാനോ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. വയനാട് തിരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം ആ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകാൻ വരെ കാത്തിരുന്നു. ഇതിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്നൊരു അറിയിപ്പ് കേരളത്തിനായി നൽകാൻ. അങ്ങനെ കേരളത്തെ എല്ലാ വിധത്തിലും അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായി ഞെരുക്കുന്ന തരത്തിലുള്ള നിലപാടാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് LDF യോഗം വിലയിരുത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തീരുമാനം. അമൽ, എംപിമാരും മറ്റു ജനപ്രതിനിധികളും ഒക്കെ തന്നെ കൈകോർത്തുള്ള ഒരു സമര പരിപാടിയായിരിക്കുമോ? എംപിമാരെയും ജനപ്രതിനിധികളെയും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരെയും എല്ലാം ഇറക്കിക്കൊണ്ട് കേന്ദ്രത്തിനെതിരെയുള്ള ഒരു ജനവികാരം പ്രതിഫലിപ്പിക്കും വിധം സമരം നടത്താൻ തന്നെയാണ് LDF യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. പ്രജീഷ്, ഈ വയനാടിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി ഇപ്പോൾ പുറത്തുവരികയാണ് LDF യോഗത്തിൻ്റെതായി. ഈ മുനമ്പം പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആ വിഷയത്തിൽ ഒരു സർവകക്ഷി യോഗം ചർച്ച നടത്തുന്നുണ്ട്. എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കണം എന്നുള്ള വിഷയത്തിൽ വിഷയം LDF യോഗത്തിലും ചർച്ചയായി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. LDF യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ ഈ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ ഒരു സാമൂഹിക പ്രശ്നമായി അത് മാറാതെ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കുമെന്നൊരു ഉറപ്പ് മുഖ്യമന്ത്രി ഇപ്പോൾ LDF യോഗത്തിൽ നൽകിയിട്ടുണ്ട്. അത് ഏത് തരത്തിൽ വേണമെന്നുള്ള കാര്യം എല്ലാവരുമായി കൂടിയാലോചിച്ച്